റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരെ, എൻ്റെ സംസാരം ആവശ്യമായ മറ്റൊരു സമയത്ത് നിർവഹിക്കുന്നതാണ്. ഈ സംവാദത്തിന്റെ വിഷയാവതരണത്തിനു വേണ്ടി മൗലവി ഷഫീഖ് അസ്ലമിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നല്ലവരായ സഹോദരന്മാരെ, സഹോദരിമാരെ, ജ്യേഷ്ഠാനുജന്മാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അവൻ്റെ വിധിവിലക്കുകൾ പാലിക്കുകയും ചെയ്യണം എന്നാദ്യം എന്നോടും പിന്നെ നിങ്ങളോടുമായി ഉപദേശിക്കുകയാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പ്രസ്ഥാനമൂന്നുന്ന ആദർശത്തിൻ്റെ സുപ്രധാനമായ എല്ലാ കാര്യങ്ങളും ആദരണീയനായ സലാം സുല്ലമി നമ്മളോട് സംസാരിക്കുകയുണ്ടായി. മുജാഹിദ് പ്രസ്ഥാനം രൂപം കൊണ്ടതു മുതൽ ആളുകൾ, കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള മുഴുവൻ ആളുകളും ശ്രദ്ധയോടെ കേട്ടുകഴിഞ്ഞ ഒരു വിഷയമാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നത്. കാലമിതുവരെ ഒരു 10 വർഷം മുമ്പ് വരെ ഒരു സ്ഥലത്ത് തൗഹീദ് എന്ന ഒരു വിഷയത്തിൽ ഒരു പ്രഭാഷണം നടന്നാൽ ആ നാട്ടിൽ ശിർക്ക് എന്താണ് എന്നും തൗഹീദ് എന്താണ് എന്നും കൃത്യമായി പറയാനും അറിയാനും പഠിപ്പിക്കാനും സാധിച്ചിരുന്നു. യാതൊരു ആശയക്കുഴപ്പമോ ഏതെങ്കിലും വിധത്തിലുള്ള സംശയങ്ങളോ ഇല്ലാത്ത വിധം നമ്മുടെ നൂറുകണക്കിന് പണ്ഡിതന്മാരും പ്രഭാഷകന്മാരും സുതാര്യമായും ലളിതമായും ഈ കാര്യം പറഞ്ഞു പോന്നു. അങ്ങനെയാണ് കേരളത്തിലെ ലക്ഷോപലക്ഷം വീടുകളിൽ സ്ത്രീ പുരുഷ വ്യത്യാസമന്യേ തൗഹീദിന്റെ വെളിച്ചമെത്തുകയും ശിർക്കിന്റെ ഇരുട്ട് നീങ്ങിപ്പോവുകയും ചെയ്തത്. ആ ഒരു കാലം ആമുഖമായി ഓർമ്മിപ്പിക്കാനുള്ള കാരണം, ഇന്ന് ഒരു തൗഹീദിന്റെ പ്രഭാഷണം മുജാഹിദുകളുടെ പേരിൽ നടക്കുന്ന, മുജാഹിദുകളല്ലാത്തവരുടെ ഒരു പ്രഭാഷണം കേട്ടുകഴിഞ്ഞാൽ എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ആശയക്കുഴപ്പങ്ങളും അർദ്ധസത്യങ്ങളും വിഷയ അവതരണത്തിൽ പോലും വന്നുപെടുന്നതിന്റെ കാരണം ഖുർആനിൽ നിന്നും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകളിൽ നിന്നും നമ്മുടെ ആദർശത്തിന്റെ പാതയിൽ നിന്നും ചില ആളുകൾ വ്യതിചലിച്ചു പോയി എന്നതുകൊണ്ടാണ്. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വാദപ്രതിവാദം അരങ്ങേറുന്ന സമയത്ത് പോലും വളരെ കൃത്യവും വളരെ ലളിതവുമായ രൂപത്തിൽ ഇന്നതാണ് വിഷയം എന്ന് പറഞ്ഞിരുന്നു. അതിന് കാരണവും അത് ആളുകൾക്ക് മനസ്സിലാകാവുന്ന അത്ര ലളിതമാണ് ഈ കാര്യം എന്നതായിരുന്നു. അതിൽ വേറെ ഏതെങ്കിലും വിധത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ എതിരാളികളും വൈതാളികളുമായ പണ്ഡിതന്മാർ മുജാഹിദുകൾ പറയുന്ന ആദർശത്തിനെതിരെ ഖുർആനിൽ നിന്നും പ്രവാചക ചര്യയിൽ നിന്നും തെളിവുദ്ധരിക്കാൻ ശ്രമിച്ചത്. അന്ന് ഈ പറയുന്ന വാദകോലാഹലങ്ങൾക്ക് പകരം വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട് എന്ന് സ്ഥാപിക്കാനുള്ള വെമ്പലായിരുന്നു പുരോഹിതന്മാർക്കുണ്ടായിരുന്നത്. ഇന്ന് ഇതിൽ നിന്നൊക്കെ മാറി ആശയക്കുഴപ്പങ്ങളും തൗഹീദിനെ സംബന്ധിച്ചു പറയുമ്പോൾ മനസ്സിലാകായികയും ഉണ്ടായിത്തീരുന്നത് ഖുർആനിൽ നിന്ന് തൗഹീദ് മനസ്സിലാക്കുന്ന പരിപാടി ചില ആളുകളെങ്കിലും അവസാനിപ്പിച്ചു എന്നതാണ്. പുതിയ ഗവേഷണങ്ങൾ, പുതിയ പരീക്ഷണങ്ങൾ, പുതിയ പഠനങ്ങൾ എന്നൊക്കെ പേര് പറഞ്ഞ് ഇസ്ലാഹി പ്രസ്ഥാനം ഖുർആനിൽ നിന്ന് പഠിപ്പിച്ച തൗഹീദിൽ നിന്ന്
ആളുകളെ മാറ്റിക്കൊണ്ടുപോകാനുള്ള നിഗൂഢമായ ആരുടെയൊക്കെയോ ശ്രമമാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്ന് ധരിക്കാൻ മാത്രം ആളുകൾക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു വരുന്ന സമയമാണ്. ഈ ഒരു ആമുഖം പറയുന്നത് നേരത്തെ ബഹുമാന്യനായ സലാം സല്ലമി പറഞ്ഞ് വെച്ചിടത്ത് നിന്ന് ഈ വിഷയം തുടങ്ങിപ്പോകാനാണ്. സഹോദരങ്ങളെ, ഒരു പ്രവാചകൻ ഒരു നാട്ടിൽ വന്ന് ആളുകളോട് പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾക്കൊരു റബ്ബുണ്ട് എന്നതായിരുന്നില്ല. ലോകത്തിൽ ജീവിച്ചു പോന്ന എല്ലാ തലമുറകളിലും എല്ലാ ജനസഞ്ചയങ്ങളിലും അള്ളാഹുവിനെ കുറിച്ച്, സൃഷ്ടാവിനെ കുറിച്ച്, ഈ ലോകത്തെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന സർവശക്തനായ ഒരു ദൈവത്തെക്കുറിച്ച് അവരുടെ ഒക്കെ മനസ്സിൽ, അവരുടെ ഒക്കെ വിചാരങ്ങളിൽ, അവരുടെ പ്രവർത്തനങ്ങളിൽ അങ്ങനെ ഒരു ധാരണ, വിശ്വാസം അവർക്കുണ്ടായിരുന്നു. ആ കാര്യം മാത്രം പ്രബോധനം ചെയ്യാൻ പ്രവാചകന്മാർ വന്നതായി നമ്മൾ ഖുർആനിൽ നിന്ന് കാണാൻ സാധ്യമല്ല. നേരെ മറിച്ച് ഖുർആൻ പറയുന്ന പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ പ്രവാചകന്മാരെല്ലാവരും അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന, അള്ളാഹുവിനെ ആരാധിക്കുന്ന, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിനു വേണ്ടി ആരാധനകളും ഇബാദത്തുകളും നിർവഹിക്കുന്ന ആളുകളിലേക്കാണ് പ്രവാചകന്മാർ വന്നത് എന്ന് കാണാം. നൂഹ് നബി അലൈഹി സ്വലാം മുതൽ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയടക്കമുള്ള എല്ലാ പ്രവാചകന്മാരും അവര് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്കൊരു രക്ഷിതാവുണ്ട് എന്നതായിരുന്നില്ല, നിങ്ങൾക്കൊരു റബ്ബുണ്ട് എന്നതായിരുന്നില്ല. ആ റബ്ബ് ഉണ്ട് എന്ന് സമ്മതിക്കുന്ന, രക്ഷിതാവുണ്ട് എന്ന് സമ്മതിക്കുന്ന, ഈ ലോകത്തിന് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഒരു പരമാധികാരി ഉണ്ട് എന്ന് സമ്മതിക്കുന്ന ആളുകളോട് ആ രക്ഷിതാവിനെ, ആ പരമാധികാരിയെ, ആ സൃഷ്ടാവിനെ, ആ ഒരേ ഒരു ദൈവത്തെ അവനെ മാത്രം ആരാധിക്കണം, മാത്രം ആരാധിക്കണം, അവനെ മാത്രം സഹായം ചോദിക്കണം, അവന് മാത്രം ഇബാദത്തുകൾ ചെയ്യണം, അവന് മാത്രം ആരാധനകൾ ചെയ്യണം. ഇത് പറയാനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള എല്ലാ പ്രവാചകന്മാരും ഈ ലോകത്ത് വന്നത്. ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല. വിശുദ്ധ ഖുർആൻ ഇത് കൃത്യമായി പറയുന്നുണ്ട്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂൽ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. താങ്കൾക്ക് മുമ്പ് മുഹമ്മദ് നബിയെ, താങ്കൾക്ക് മുമ്പ് ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല, ഒരൊറ്റ പ്രവാചകനും ലോകത്ത് വന്നിട്ടില്ല. ആ പ്രവാചകന്മാർ എന്നെ നിങ്ങൾ ആരാധിക്കണം, ഞാനല്ലാതെ ഒരു ആരാധ്യനില്ല എന്ന സന്ദേശം പറയാതെ, ഈ സന്ദേശം കൈമാറാതെ, ഇത് പ്രചരിപ്പിക്കാതെ ഒരു പ്രവാചകനും ലോകത്ത് വന്നിട്ടില്ല എന്നതാണ്. ഇതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത് ഞാനും എന്റെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരുമെല്ലാം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സന്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ട്. പക്ഷേ ആ സന്ദേശങ്ങളിൽ ഏറ്റവും അഫ്ളലായ സന്ദേശമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന സന്ദേശമാണ്. ആ സന്ദേശമാണ് ലോകത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ, ഈ ലോകത്തിനൊരു വലിയ പരമാധികാരി ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഈ ലോകത്തിൽ എവിടെയെങ്കിലും ബഹളം നടന്നത്, പ്രശ്നങ്ങൾ ഉണ്ടായത്, പ്രവാചകന്മാരെ ആളുകൾ ആക്രമിച്ചത് നമ്മൾ ഖുർആനിൽ നിന്നോ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നിന്നോ വായിക്കുന്നില്ല. നേരെ മറിച്ച് ഈ പ്രവാചകന്മാർ അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, ജനങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, തലമുറകൾ അവിശ്വാസപരമായി ആചാരപരമായി അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ആരാധനകളെയാണ് ചോദ്യം ചെയ്തത്. റുബൂബിയത്തിനെയല്ല, പരമാധികാരത്തെയല്ല, ആരാധനകളെ. നിങ്ങൾ എന്തുകൊണ്ട് ഈ മരിച്ചുപോയ മഹാത്മാക്കളെ ആരാധിക്കുന്നു? എന്തുകൊണ്ട് വിഗ്രഹങ്ങളെ നിങ്ങൾ ആരാധിക്കുന്നു? എന്തുകൊണ്ട് മരിച്ചുപോയ മഹാത്മാക്കളുടെ മഖബറുകളെ, മസാറുകളെ നിങ്ങൾ പൂജിക്കുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നു? എന്തുകൊണ്ട് അല്ലാഹു അല്ലാത്തവരെ അദൃശ്യമായ രൂപത്തിൽ നിങ്ങൾ ഭയപ്പെടുന്നു? എന്തുകൊണ്ട് അല്ലാഹു അല്ലാത്തവരോട് നിങ്ങൾ യാചിക്കുകയും നിങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു? ഈ ചോദ്യങ്ങളാണ് അവരെ പ്രകോപിപ്പിച്ചത്. അവരെ ആ വിഷയത്തിലാണ് പ്രവാചകന്മാരെ ശത്രുക്കളാക്കി മാറ്റിയത്. അതുകൊണ്ടാണല്ലോ അവർ പറഞ്ഞത് ഇതൊരു വല്ലാത്ത പ്രബോധനമാണല്ലോ, വല്ലാത്തൊരു ആശയമാണല്ലോ ഇത്. എന്താണ് ഈ ആശയം? ഒരുപാട് ഇലാഹകളിൽ നിന്ന്, ഒരുപാട് ആരാധ്യന്മാരിൽ നിന്ന് പ്രയാസങ്ങൾ വരുമ്പോ, കഷ്ടപ്പാടുകൾ വരുമ്പോ, ബുദ്ധിമുട്ടുകൾ വരുമ്പോ ആരെയാണോ ആരാധിക്കുന്നത്, ആരെയാണോ സമീപിക്കുന്നത്, അതാണ് ഇലാഹ്. ഞങ്ങൾക്ക് ഒരുപാട് ഇലാഹുകൾ
ഇലാഹുകളുണ്ട്. ആ ഇലാഹുകളെയൊക്കെ ഒരേ ഒരു ഇലാഹുക ആക്കുക എന്നത്, ഒരേ ഒരു ആരാധ്യനാക്കുക എന്നത് അത്ഭുതകരമായ കാര്യമായിരിക്കുന്നല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുശ്രിക്കുകൾ പറയാനുള്ള കാരണം ഇതാ. ഒരുപാട് ദൈവങ്ങളുള്ള, പരമാധികാരമുള്ള, ഒരേ അവകാശങ്ങളുള്ള, ഒരേ സ്ഥാനങ്ങളുള്ള, ഒരേ കഴിവുകളും പ്രാപ്തിയുമുള്ള ഒരുപാട് പടച്ചവന്മാരെ ആരാധിച്ച, അംഗീകരിച്ച, വിശ്വസിച്ച ഒരു തലമുറ പോലും ഈ ലോകത്ത് ജീവിച്ചു മരിച്ചു പോയിട്ടില്ല എന്നതുകൊണ്ടാണ് ഈ കാര്യം ചരിത്രത്തിന്റെ പിൻബലമുള്ളതാണ് എന്നുകൂടെ പറയുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ, നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടക്കമുള്ള എല്ലാ പ്രവാചകന്മാരുടെയും പ്രബോധനം ഖുർആനിൽ കാണാം. മിക്ക പ്രവാചകന്മാരുടെയും പ്രബോധന ശൈലിയടക്കം ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പ്രവാചകന്മാർ എല്ലാവരും ആളുകളോട് പറയുന്നത് യാ ഖൗമി ഉബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു അഫലാ തത്തഖൂൻ. അതിന്റെ ചെറിയ ഒരു രൂപം അതാണ്. എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അവരല്ലാത്ത ഒരു ആരാധ്യം നിങ്ങൾക്കില്ല. എന്തുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നില്ല എന്നതാണ് ഈ ചോദ്യം. ഈ ചോദ്യമാണ് അവര് ഇളക്കി മറിച്ചത് എന്ന കാര്യമാണ് മുജാഹിദ് പ്രസ്ഥാനം അന്ന് മുതൽ ഇന്നു വരെ, അതിന്റെ ആരംഭം മുതൽ ഈ സമയം വരെ ആളുകളെ, ഈ നാട്ടിലുള്ള കേരളക്കരയിലുള്ള ആളുകളെ പേർത്തും ആലോചിപ്പിച്ചുകൊണ്ടിരുന്നത്, ചിന്തിക്കാൻ പ്രേരണ നൽകിക്കൊണ്ടിരുന്നത്. അതാണ് ഇന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ആദം നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, അതിനു മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇങ്ങനെ ഈ കണ്ട പ്രവാചകന്മാരെല്ലാവരും ഇത് പറഞ്ഞു, ഇത് ആളുകൾക്ക് പ്രബോധനം നടത്തി, അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടായി. ഇനി നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇവിടെ നമ്മുടെ നാടുകളിൽ, പ്രത്യേകിച്ച് കേരളക്കരയിൽ വിപ്ലവം ഉണ്ടാക്കിയ ഒരു പുസ്തകമുണ്ട്. കേരളക്കരയിൽ വിപ്ലവം ഉണ്ടാക്കിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം ഈ അടുത്ത് വീണ്ടും അത് പുനഃപ്രസിദ്ധീകരിക്കുകയും ചെയ്തു. പി അബ്ദുൽ ഖാദിർ മൗലവിയുടെ, കണ്ണൂരിലെ മർഹൂം പി അബ്ദുൽ ഖാദിർ മൗലവിയുടെ അത്തൗഹീദ് എന്ന പുസ്തകമില്ലാത്ത ഒരൊറ്റ വീടും അന്ന് കേരളക്കരയിൽ മുജാഹിദികളായിട്ടുണ്ടായിരുന്നില്ല. ആ പുസ്തകത്തിൽ പരാമർശിക്കുന്ന വിഷയം എന്താ, ആളുകളെ നമ്മൾ പഠിപ്പിക്കുന്ന തൗഹീദ് എന്താണ് എന്ന് കൃത്യമായി രേഖാമൂലം പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പ്രസിദ്ധീകരിച്ച പുസ്തകമാണത്. ആ പുസ്തകത്തോളം മുജാഹിദികൾക്കിടയിൽ വ്യാപകമായി പ്രചരിച്ച മറ്റൊരു പുസ്തകമുണ്ടായിട്ടില്ല. ആ പുസ്തകത്തിന് ഒരുപാട് മറുപടികൾ ഖുറാഫികളുടെ, ഖബൂരികളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നത് ആ പുസ്തകമുണ്ടാക്കിയ വിപ്ലവമാണ്. ആ പുസ്തകത്തിൽ ഇന്ന് പറയുന്ന ഒരു വാദകോലാഹലങ്ങളും തൗഹീദുമായി ബന്ധപ്പെട്ട് അതിൽ ചർച്ച ചെയ്തിട്ടില്ല. അള്ളാഹുവിന്റെ സിഫാത്തുകളും ഗുണഗണങ്ങളും പരാമർശിച്ചു പോയി എന്നതിനപ്പുറം അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാത്ത ആ പുസ്തകത്തെക്കുറിച്ച് ആരും പരാതി പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് ആ പുസ്തകം തൗഹീദ് പഠിപ്പിക്കാൻ ആ പുസ്തകം കൊടുക്കുന്നതിൽ നിന്ന് ചില ആളുകളെ വിലക്കുന്നത് അത് തൗഹീദിന്റെ പരിപൂർണമായ രൂപമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇതാണ് വ്യതിയാനം. ഇത് കാലത്തിന്റെ കൈകളിലൂടെ കടന്നു വരുന്ന ചരിത്രത്തിന്റെ ഒരു ആവർത്തനമാണ്. ഇതിങ്ങനെ പറയാനൊരു കാരണമുണ്ട്. നിങ്ങൾ നോക്കൂ, ആദം നബി അലൈഹിസ്സലാം, ആദം നബിയുടെ മക്കൾ ഏകദൈവ വിശ്വാസികളാണ്. ആദമിനെ പോലെ ആ മക്കളിൽ നിന്നാണ് വദ്, സുവാഅ്, യഹൂസ്, യഊഖ്, നസ്ർ ഈ മരിച്ചുപോയ നല്ലവരായ മഹാത്മാക്കൾ ഉണ്ടായത്. ആ മഹാത്മാക്കളിൽ നിന്ന്, ആ മഹാത്മാക്കളോട് പ്രാർത്ഥിക്കുന്ന, യാചിക്കുന്ന, സഹായം ചോദിക്കുന്ന, അവരുടെ മുമ്പിൽ അപേക്ഷകളും അവരുടെ മുമ്പിൽ യാചനകളും സമർപ്പിക്കുന്ന ആളുകൾ വന്നപ്പോഴാണ് അവരിൽ നിന്ന് തന്നെയുള്ള നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു തആല ലോകത്തേക്ക് നിയോഗിക്കുന്നത്. അങ്ങനെ നൂഹ് നബി അലൈഹി ഇസ്ലാം വന്നു. നമ്മൾക്കറിയാത്തൊരു ചരിത്രമല്ല ഇത് പറയുന്നത്. പക്ഷെ നമ്മൾ ഈ സമയത്ത് ഇത് കേൾക്കേണ്ടതുണ്ട്. ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന് സംഭവിച്ച വ്യതിയാനം, അത് എന്തൊക്കെയാണ് ഇതിന് കാരണങ്ങൾ എന്ന് പരിശോധിക്കാൻ ഈ പഠനം വളരെ എളുപ്പമുള്ള കാര്യമാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാം വന്നു. അദ്ദേഹം 980 വർഷം പ്രബോധനം ചെയ്തു. പ്രബോധനം ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ കൂടെ വന്ന ആളുകളെ അദ്ദേഹം കപ്പലിൽ കയറ്റി. ആ കപ്പലിലുള്ള ആളുകൾ ഏകദൈവ വിശ്വാസികളും ഏകദൈവ ആരാധകന്മാരുമാണ്. ആ ഏകദൈവ വിശ്വാസികളായ, ഏകദൈവ ആരാധകന്മാരായ ആ ആളുകളിൽ നിന്ന് ഇനി ശിർക്കുണ്ടാവാൻ പാടില്ല, അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവരുണ്ടാകാൻ പാടില്ല. പക്ഷേ ആ കപ്പലിൽ നിന്നിറങ്ങിയ ആളുകളുടെ പിൻഗാമികൾ
അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കാൻ തുടങ്ങി, അവരോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥനയുടെയും ആ ആരാധനകളുടെയും അവസ്ഥ ശിർക്കിനോളം വളർന്നു വലുതായപ്പോ അല്ലാഹു തആല വീണ്ടും പ്രവാചകന്മാരെ പറഞ്ഞു വെച്ചു. അങ്ങനെ പ്രവാചകന്മാർ വീണ്ടും വന്നു. ഈ പ്രവാചകന്മാരെല്ലാം വീണ്ടും വീണ്ടും വരുന്നത് തൗഹീദ് അംഗീകരിച്ച, തൗഹീദ് പ്രബോധനം ചെയ്ത, തൗഹീദിലേക്ക് ക്ഷണിച്ച, തൗഹീദ് ജീവവായുവും പ്രാണവായുവുമായി അംഗീകരിച്ച ആളുകളുടെ പിൻഗാമികൾ ശിർക്കിലേക്ക് തിരിച്ചു പോകുമെന്ന ചരിത്രമാണ് ഖുർആൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെ നൂഹ് നബി ഇസ്ലാമിയുടെ കപ്പലിൽ നിന്നിറങ്ങിയ ആളുകളെ വീണ്ടും തൗഹീദിലേക്ക് ക്ഷണിക്കാൻ, തൗഹീദിലേക്ക് തിരിച്ചു വിളിക്കാൻ, അവരുടെ മക്കളെ വീണ്ടും തിരിച്ചു വിളിക്കാൻ വീണ്ടും പ്രവാചകന്മാർ വന്നു. ആ പ്രവാചകന്മാരിൽ എണ്ണപ്പെട്ട് പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട്. ഇബ്രാഹിം നബി ഇസ്ലാം, നമ്മൾക്കറിയാമല്ലോ ഇബ്രാഹിം നബി ഇസ്ലാം ആളുകളെ പ്രബോധനം ചെയ്തത് എന്താണ് എന്ന് കൃത്യമാണ്. ഒരു ഭരണാധികാരിക്ക് നേരെയുള്ള ഒരു സമരമല്ല, ഏതെങ്കിലും ഭരണാധികാരികൾക്ക് നേരെയുള്ള വിപ്ലവകരമായ ഒരു പോരാട്ടമല്ല. നേരെ മറിച്ച് ഭരണാധികാരികൾ അടക്കമുള്ള ആ നാട്ടിലെ ബഹുദൈവ വിശ്വാസികളെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിലേക്ക് ക്ഷണിക്കുന്ന എല്ലാ ബഹളങ്ങളും പ്രവാചകനായ ഇബ്രാഹിം നബി ഇസ്ലാമിയുടെ പ്രബോധനത്തിൽ കാണാവുന്നതാണ്. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞ വാക്ക് നമ്മൾക്കറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുമെല്ലാം എല്ലാവരും വഴിവഴച്ചു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞത് ലഖദ് കുൻതും അൻതും വആബാഉകും ഫീ ളലാലിൻ മുബീൻ എന്ന് പറഞ്ഞത് ഈ ശിർക്കിന്റെ പേരിലാ. അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത്, അല്ലാഹുവല്ലാത്തവരോട് സഹായം ചോദിക്കരുത് എന്ന് പറഞ്ഞ ആ പ്രബോധനമാണ് ഇബ്രാഹിം നബി ഇസ്ലാം നടത്തുന്നത്. അദ്ദേഹത്തിന് തീരെക്കറിഞ്ഞല്ലോ. തീരെക്കറിഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞതെന്താ, അദ്ദേഹം പ്രാർത്ഥിച്ചതെന്താണ്? അത് ഒരു സന്ദേശമായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾക്ക് പറഞ്ഞു തന്നു. ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ, എനിക്ക് അല്ലാഹു മതി. പ്രാർത്ഥിക്കപ്പെടാൻ, ഭരമേൽപ്പിക്കപ്പെടാൻ, കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അള്ളാഹുവിനെ പോലെ ഏറ്റവും മതിയായവനായിട്ട് ആരാണുള്ളത്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഈ ഒരു സന്ദേശം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്രാഹിമിന്റെ പ്രബോധനത്തിൽ നിന്ന് നമ്മൾക്ക് പറഞ്ഞു തരാനുള്ള കാരണം ഇതാണ്. അതാണ് പ്രബോധനത്തിന്റെ കേന്ദ്രബിന്ദു, അതാണ് ദഅവത്തിന്റെ കേന്ദ്രബിന്ദു. അതുകൊണ്ടാണ് മറ്റ് കാര്യങ്ങളൊന്നും റസൂലുള്ളാഹി നമ്മൾക്ക് പറഞ്ഞു തരാതെ ഈ ഒരു കാര്യം പ്രത്യേകമായി റസൂലുള്ളാഹി നമ്മൾക്ക് പറഞ്ഞു തന്നത്. അദ്ദേഹം തീരെക്കറിയപ്പെടുന്ന സമയത്ത് പ്രാർത്ഥിച്ചത് എന്താണെന്ന് അറിയുമോ എന്ന് ചോദിച്ച് അവിടുന്ന് പറഞ്ഞതാണ് ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി, വ നിഅമൽ വക്കീൽ, ഭരമേൽപ്പിക്കുവാൻ എത്ര നല്ലവനാണ് റബ്ബ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മൾക്ക് പറഞ്ഞു തന്നത്. ആ പ്രാർത്ഥന തൗഹീദിന്റെ ആണിക്കല്ലാണ്. ആലോചിച്ചു നോക്കൂ, ആ മഹാനായ പ്രവാചകനെ തീരെക്കറിയാൻ വീടുകളിൽ നിന്ന് ആളുകൾ വിറകുകൾ നിറച്ചു തീർന്നു എന്നാണ് മുഫസ്സിറുകൾ പറഞ്ഞത്. നാട്ടിൽ നിന്ന് രോഗം മാറാൻ, നാട്ടിൽ നിന്ന് കുഴപ്പങ്ങൾ നീങ്ങാൻ, ഇബ്രാഹിം എന്ന പുത്തൻവാദിയെ ചുട്ടുകരിക്കാൻ വിറകുകൾ നിറച്ചു നേർന്ന് ഇബ്രാഹിം നബി ഇസ്ലാം തീയിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം ആ നാടുകളിൽ നൂറുകണക്കിന് ആളുകൾ ചത്തൊടുങ്ങി. വിറകുകൾ നിറച്ചു നേർന്ന ആളുകളുടെ വീടുകളിലേക്ക് കൊതുകുകളുടെ രൂപത്തിൽ പനി പടർന്നു കയറി എന്നാണ് മുഫസ്സിറുകൾ പറഞ്ഞത്. ആ വീടുകളിൽ അകാല മരണങ്ങൾ നടന്നു. ഒരു പ്രവാചകനെ ചുടാൻ വന്ന ആളുകൾക്ക് മരണം നടന്നത് ഇബ്രാഹിമിന്റെ കുരുത്തക്കേടായിട്ട് പോലും അവർക്ക് വിചാരിക്കാൻ സാധിക്കുമായിരുന്നില്ല. അതിനു മാത്രം അവർ ശിർക്കിൽ രൂഢമൂലമായിരുന്നു എന്ന കാര്യം നമ്മൾ അറിയണം. ആ പ്രവാചകന്റെ പിൻഗാമികളാണ് പിന്നെ മക്കയിൽ നമ്മൾ കാണുന്നത്. വിഗ്രഹങ്ങളെ കൊത്തിയെടുത്ത, വിഗ്രഹങ്ങളെ എല്ലാ നിലയിലും നിശ്ചിതമായി വിമർശിച്ച, അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുന്നതിന് അതികർക്കശമായ ചോദ്യം ചെയ്ത ഇബ്രാഹിം എന്ന മഹാപ്രവാചകന്റെ പിൻഗാമികളാണ് എന്ന് പറഞ്ഞ ആളുകളാണ് കഅബാലയത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്ത് മക്കയിൽ ഉണ്ടായിരുന്നത്. കഅബ അല്ലാഹുവിന്റേതാണ്. ആ അല്ലാഹുവിനെ ആരാധിക്കുന്നുണ്ടവര്, അവനോട് പ്രാർത്ഥിക്കുന്നുണ്ടവര്, അവന് നേർച്ചകളും വഴിപാടുകളും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ അല്ലാഹുവിന് കൂടെ അല്ലാഹുവല്ലാത്ത മരിച്ചുപോയ മഹാത്മാക്കള് ലാത്തയെ, ഉസ്സയെ, പ്രവാചകന്മാരായ ഇബ്രാഹിം നബി ഇസ്ലാമിനെ, ഇസ്മായിൽ നബി ഇസ്ലാമിനെ, മലക്കുകളെ, ജിന്നുകളെ, ഇവരെയൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന ആളുകളായിരുന്നു ഈ പറഞ്ഞ മക്കാ നിവാസികൾ. ഇബ്രാഹിം നബി ഞങ്ങളുടെ പിതാവാണ്, ഇബ്രാഹിം നബിയാണ് ഞങ്ങളുടെ മാതൃകാ പുരുഷൻ എന്ന് പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ആദർശത്തിൽ നിന്ന് പിന്മാറി നടന്ന
വ്യതിയാനം സംഭവിച്ച ആളുകളിലേക്കാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. തീർന്നിട്ടില്ല. നമ്മൾക്കറിയുമോ, ഇന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ, ആളുകൾ പറയുന്നുണ്ടല്ലോ, മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇങ്ങനെ ഒരു ദുരന്തം, മുജാഹിദ് പ്രസ്ഥാനത്തിൽ ശിർക്കോ, നോട്ടീസിൽ പോസ്റ്ററുകളിൽ ശിർക്കാരോപണം, വസ്തുത എന്ത്? ആലോചിച്ചു നോക്കൂ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ കേട്ടുകേൾവിയില്ലാത്ത ഇങ്ങനെ ഒരു വിഷയം, ഇങ്ങനെ ഒരു ഹെഡിങ് നമ്മളല്ലാത്ത മുഴുവൻ ആളുകളും മുജാഹിദുകൾക്കിടയിൽ ശിർക്ക് എന്ന് പറഞ്ഞു കേൾക്കാൻ എന്താ കാരണമുണ്ടായത്? ഇത് ചരിത്രത്തിന്റെ ആവർത്തനമാണ്. നമ്മൾക്കറിയാമല്ലോ, 2 പ്രവാചകന്മാർ നോക്കാനുണ്ടായിട്ട്, 2 പ്രവാചകന്മാർ മേക്കാനുണ്ടായിട്ട്, 2 പ്രവാചകന്മാർ കാര്യങ്ങൾ വിലയിരുത്താനുണ്ടായിട്ട് മുസ്ലിങ്ങളായി കടന്നു വന്ന, മുഅ്മിനുകളായി കടന്നു വന്ന, മുസ്ലിങ്ങളായ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മൂസാ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ച ഒരു ജനത, ഈമാനുള്ള മുഅ്മിനുകളായ മുസ്ലിങ്ങളായ ഒരു ജനത പ്രവാചകന്മാരുടെ കാലശേഷമല്ല, പ്രവാചകന്മാർ ജീവിച്ചിരിക്കെ നൂറ്റാണ്ടുകളോളം കാലം കഴിഞ്ഞിട്ടല്ല, ഒരുപാട് കാലപ്പഴക്കങ്ങൾ സംഭവിച്ചിട്ടല്ല, 40 ദിവസം കൊണ്ട്, വെറും 40 ദിവസം കൊണ്ട്, 40 ലൈല, 40 ദിവസം കൊണ്ട് അല്ലാഹുവല്ലാത്ത വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠ സ്ഥാപിച്ച് ആ പ്രതിഷ്ഠയുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന, അതിനു ചുറ്റും തവാഫ് ചെയ്യുന്ന, അതിനു മുമ്പിൽ വചനമിരിക്കുന്ന, അവയോട് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ മൂസാ നബി അലൈഹി ഇസ്ലാമിന് കാണേണ്ടി വന്നു എന്നത് ആരെക്കുറിച്ച്, എന്തിനെക്കുറിച്ചുള്ള അവബോധമാണ് നമ്മൾക്ക് നൽകുന്നത് എന്നൊന്ന് ആലോചിച്ചു നോക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? മൂസാ നബി അലൈഹി ഇസ്ലാം ജീവിച്ചിരിക്കുന്നു, ഹാറൂൻ നബി അലൈഹി ഇസ്ലാം ജീവിച്ചിരിക്കുന്നു. ഹാറൂൻ നബി അവരോട് പറഞ്ഞു നോക്കി, നിങ്ങൾ ഇത് ചെയ്യരുത്. മൂസാ നബി അലൈഹി ഇസ്ലാം ദൂരെ പോയിട്ടില്ല, ഒന്നെത്തി നോക്കിയാൽ കാണാവുന്ന തൂര് സീനാ പർവ്വതത്തിലേക്ക് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം തൗറാത്ത് വാങ്ങാൻ സ്വീകരിക്കാൻ പോയ മഹാത്മാവാണ്. അദ്ദേഹം തിരിച്ചു വരുന്നത് എന്തൊരു ആഹ്ലാദത്തോടെയാണ്. തൗറാത്ത് വാങ്ങിയ, അള്ളാഹുവിനോട് സംസാരിച്ച ആ ഊറ്റവും ആ സന്തോഷവും ആ ആനന്ദവും ഒക്കെ എന്നേക്കുമായി നശിച്ചു പോകുന്ന അവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ ജനതയെ അദ്ദേഹം കാണുന്നത്. ഈ ജനത അള്ളാഹുവിൽ വിശ്വസിച്ച, പ്രവാചകനിൽ വിശ്വസിച്ച, മൂസയിലും ഹാറൂനിലും വിശ്വസിച്ച ആ ജനതയാണ് 2 നബിമാർ ജീവിച്ചിരിക്കെ ആ നബിമാരുടെ മുമ്പിൽ നിന്ന് ശിർക്കിലേക്ക്, രോമം വെച്ച ശിർക്കിലേക്ക് മാറിപ്പോയത്. ഇത് ഖുർആൻ പറഞ്ഞ ചരിത്രമാണ്. അത് കഴിഞ്ഞിട്ടില്ല. ഈസാ നബി അലൈഹി ഇസ്ലാം വരുന്നു. ഈസാ നബി അലൈഹി ഇസ്ലാം ഇസ്രായേലിലേക്ക് വന്ന പ്രവാചകനാണ്. ആ ഈസാ നബി അലൈഹി ഇസ്ലാം ആളുകളോട് പറഞ്ഞതെന്താ? അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന് ചില ശിഷ്യന്മാർ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചു. അദ്ദേഹം പറഞ്ഞത്, എന്നെ കർത്താവേ എന്ന് വിളിക്കുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ പിതാവത്രേ യഥാർത്ഥ കർത്താവ് എന്ന് പറഞ്ഞ് ജീവിതത്തിൽ തന്നെ അദ്ദേഹത്തിന് ആളുകൾ ശിർക്ക് ചെയ്യുന്ന അവസ്ഥ കാണേണ്ടി വരുന്നു. എന്നിട്ട് ആ ഈസാ നബി അലൈഹി ഇസ്ലാം ആളുകളോട് പറഞ്ഞു, മേലെ ആകാശത്തും താഴെ ഭൂമിയിലും സമുദ്രത്തിന്റെ മേലെയും സമുദ്രത്തിന്റെ താഴെയുമുള്ള ഒന്നിന്റെയും വിഗ്രഹം നീ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. അത് പറഞ്ഞ ആ ഈസാ നബി അലൈഹി ഇസ്ലാമയുടെ അനുയായികൾ, അത് കേട്ട അനുയായികൾ, അദ്ദേഹത്തിന്റെ പ്രഭാഷകന്മാരും പ്രഘോഷകന്മാരും അപ്പോസ്തലന്മാരും എന്ന് പറയുന്ന ആളുകളുടെ, പുണ്യാളച്ചന്മാരുടെ പ്രതിഭകളും മഖബറകളും ആരാധനാ കേന്ദ്രങ്ങളാക്കിയ ചരിത്രമാണ് ഇന്നുവരെ, ഈ സമയം വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷമാണ് റസൂലുള്ളാഹി വന്നത്. പ്രവാചക തിരുമേനിയുടെ കാലത്ത് തന്നെയും ഇതിന്റെ സൂചനകൾ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യത്തിൽ അള്ളാഹുവിന്റെ റസൂലിന് എന്തെല്ലാം കാര്യങ്ങൾ ഈ വിഷയത്തിൽ പറയേണ്ടി വന്നോ എന്ന് ആലോചിച്ചു നോക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. തൂര് സീനാ പർവ്വതത്തിലേക്ക് പോകുന്ന, തൂര് സീനാ പർവ്വതം കാണാൻ പോകുന്ന ആളുകളെ അബ്ദുല്ലാഹിബ്നു ഉമർ തടഞ്ഞു നിർത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തുള്ള മരം ഉമർ റളിയല്ലാഹു അൻഹു മുറിച്ചു മാറ്റിയത്? ആലോചിച്ചു നോക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് പ്രവാചകന്റെ മുമ്പിൽ വന്ന് ബർക്കത്തെടുക്കാൻ മരം വേണമെന്ന് പറഞ്ഞ ആളുകളോട് എന്തുകൊണ്ട് നിങ്ങൾ ഇസ്രായേലിനെ പോലെയാണ് എന്നോട് പറയുന്നത് എന്ന് ചോദിച്ചത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ ആളുകൾ വിശ്വാസത്തിൽ നിന്ന് മാറി ശിർക്കിലേക്ക് വരുമെന്ന കൃത്യമായ സൂചനകളായിരുന്നു. അതുകൊണ്ടാണ് തിരുമേനി പറഞ്ഞത്, ഉറമ്പടിച്ചു കയറുന്നത് പോലെ നിങ്ങളിലേക്കും ശിർക്ക് കയറി വരുമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി
ശിർക്ക് ചെയ്യുന്ന മുസ്ലിങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹ് ശിർക്ക് ചെയ്യാത്ത ആളുകൾ വേണം മയ്യത്ത് നമസ്കരിക്കാൻ എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹ് ശിർക്ക് ചെയ്യാത്ത ആളുകളാണ് നരകത്തിൽ നിന്ന് ഒരു കാലത്ത് സ്വർഗത്തിലേക്ക് വരുമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കണം എന്ന് പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ മുസ്ലിമിന് വീണ്ടും അത് ചൊല്ലിക്കൊടുക്കേണ്ട അവസ്ഥയെക്കുറിച്ചുള്ള സൂചനയാണത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പ്രവാചക തിരുമേനി ഓരോ സമയത്തും അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, പടച്ചവനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. പടച്ചവനെ നേർമാർഗ്ഗത്തിൽ ഞങ്ങളെ നീ നയിക്കണമേ. അതായത് വഴിപിഴച്ചവരുടെ മാർഗത്തിലല്ല, വഴികെട്ടുപോയ ആളുകളുടെ മാർഗത്തിലല്ല, കോപിക്കപ്പെട്ടവരുടെ മാർഗത്തിലുമല്ല, അവരെ പോലെ നിങ്ങൾ ആയിത്തീരുമെന്നത് കൊണ്ടാണ്, അള്ളാഹുവിന്റെ റസൂൽ അത് പറഞ്ഞതുകൊണ്ടാണ് ഓരോ മുസ്ലിമും 17 പ്രാവശ്യം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു വ്യതിയാനമാണ്. നമ്മുടെ സംഘടനയിലേക്കും ആ വ്യതിയാനം വന്നു എന്ന് മാത്രം. നേരത്തെ സലാം സുല്ലമി സൂചിപ്പിച്ചതുപോലെ വളരെ കൃത്യമാണ് ഈ കാര്യം. ഈ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ഒഴിവ് കഴിവുകളോ ഏതെങ്കിലും നീക്കുപോക്കുകളോ സാധ്യമല്ല എന്ന് തീരുമാനിച്ചുറച്ചുകൊണ്ടാണ് നാം ഈ കാര്യങ്ങൾ ആളുകളോട് പറയുന്നത്. ഇത് പറയാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇതിന്റെ വിശദാംശങ്ങൾ ചോദ്യങ്ങളിലൂടെ ഉത്തരങ്ങളിലൂടെ ഇവിടെ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. എനിക്ക് ശേഷം അലിമദനി പ്രസംഗിക്കാനുണ്ട്. അതുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അടിയറവയാത്ത